ഇടിച്ച് കിടക്കുവാണ്. അതിൽ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു അന്നേരം. അതിനെ എടുക്കാൻ പറ്റുമായിരുന്നു. അതിനെ എടുത്തുകൊണ്ട് അതിനെ പെട്ടെന്ന് ഞങ്ങൾ കോന്നി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. തിരിച്ചു വന്നിട്ട് പിന്നെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് മറ്റേ 3 പേരെ എടുത്തത്. 3 പേര് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. പെൺകുട്ടി അവിടുന്ന് പിന്നെ പത്തനംതിട്ട സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണപ്പെടുകയാണ് ഉണ്ടായത്. റോഡിന്റെ നിർമ്മാണത്തിൽ അപകടങ്ങളുണ്ട്. ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടില്ല, വീതി കുറവുണ്ട്, അതുപോലെ വളവുകൾ പിന്നെ നേരെയാക്കിയിട്ടില്ല, ഡിവൈഡറുകൾ, ഒരുപാട് അപകടങ്ങളുണ്ട്. സ്ഥിരം ആക്സിഡന്റ് മേഖലയാണ് ഈ മുറിഞ്ഞകല് തൊട്ടുള്ള പ്രദേശങ്ങൾ. സ്ഥിരം ആക്സിഡന്റ് മേഖലയാണ്. അപകടം നടന്ന ഉടൻ തന്നെ ആംബുലൻസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് 4 പേര് വാഹനത്തിനുള്ളിൽ കൂടി കിടക്കുകയാണ്. അവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ. ബസ്സിന് ഡ്രൈവർക്കും പരിക്കുണ്ട്. അവരുടെ പരിക്കുകൾ ഗുരുതരമല്ലായിരുന്നു. ആ സ്ഥലത്തും ആ പെൺകുട്ടിക്ക് ജീവനുണ്ടായിരുന്നു. അതിനെയാണ് ആദ്യം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇവരെക്കുറിച്ച് അന്നേരം യാതൊരു വിവരങ്ങളും നമുക്കില്ലായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത് ഇവർ കോന്നി സ്വദേശികളാണെന്ന് അറിഞ്ഞത്. കോന്നി സ്വദേശികളാണ്. പുറത്തെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പെൺകുട്ടി 2 പേര് ബൈക്കിലായിരുന്നു. അതിൽ പെൺകുട്ടി എടുക്കാനായിട്ട് സാധിച്ചു. ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ആദ്യം പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേന് ഫയർഫോഴ്സും പോലീസും എത്തി. ഫയർഫോഴ്സിന്റെ സഹായത്തോടെയാണ് മറ്റ് 3 പേരെയും വാഹനത്തിൽ നിന്ന് എടുത്തത്. ഹൈഡ്രോളിക് മെഷീനൊക്കെ വേണ്ടി വന്നു. 3 പേരും മരണപ്പെട്ട് തന്നെ വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തൽക്ഷണം തന്നെ മരിച്ചു. ഇതാണ് ഈ മുറിഞ്ഞകല് തൊട്ട് ഉള്ള പ്രദേശങ്ങളാണ് സ്ഥിരമായിട്ട് അപകട മേഖലയാണ്. അപകട വളവുകളൊക്കെ നിവർത്താതെയുള്ള നിർമ്മാണത്തിലെ ഒരുപാട് അശാസ്ത്രീയതയുണ്ട്. കാരണം ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങൾ ഒരുപാട് ഏറ്റെടുത്തിട്ടില്ല, വളവുകൾ നികത്തിയിട്ടില്ല. റോഡിന്റെ നിർമ്മാണത്തിൽ ഒരുപാട് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമുണ്ട്. പരാതികളൊക്കെ കൊടുത്തിരുന്നു. പക്ഷെങ്കിൽ അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല.